ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ കുക്കറൊന്നും ഇല്ലാതെ തന്നെ നോൺ സ്റ്റിക്ക് പാനിൽ വളരെ എളുപ്പത്തിൽ 8 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റും ആരുമുള്ള കലത്തപ്പം റെഡിയാക്കിയെടുക്കുക. അത് തയ്യാറാക്കാൻ വേണ്ടി 1 കപ്പ് പച്ചരി 2-3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് കഴുകി ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു പാത്രത്തിലേക്ക് അരിയെടുത്ത അതേ കപ്പിൽ 1 കപ്പ് ശർക്കര പൊടിച്ചത്, ശർക്കര പൊടിച്ച് ഇട്ട് കൊടുത്തതാണ് 1 കപ്പ് ശർക്കര. 1/2 കപ്പ് വെള്ളമൊഴിച്ച് പാനിയാക്കി എടുക്കണം. ഇനി അരി കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് 1/4 കപ്പ് തേങ്ങ, 1/4 കപ്പ് ചോറ്, അരി എടുത്ത അതേ കപ്പ് തന്നെ 1/4 കപ്പ് തേങ്ങയും 1/4 കപ്പ് ചോറും, 1/4 കപ്പ് എന്ന് പറഞ്ഞാൽ 4 ടേബിൾ സ്പൂൺ തേങ്ങ, 4 ടേബിൾ സ്പൂൺ ചോറും ചേർത്ത് 3-4 ഏലക്കായുടെ അരിയും ചേർത്ത് അരച്ചെടുക്കണം. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. അരി കഴുകിയിട്ട് അരിപ്പയിൽ ഇടാണ്ടാണ് ഇട്ടിട്ടുള്ളതെങ്കിൽ ആദ്യം 1/4 കപ്പ് വെള്ളം ഒഴിച്ച് അരച്ച് നോക്കി വെള്ളം ഒഴിച്ച് അരച്ചെടുത്താൽ മതി. അരി അരിപ്പയിലേക്ക് ഇട്ട് വെള്ളം ഊറ്റിയെടുക്കുന്നതാണെങ്കിൽ 1/2 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ ആദ്യം 1/4 കപ്പ് വെള്ളം ഒഴിച്ച് പിന്നെ വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം. ഇതുപോലെ അരി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ശർക്കരപ്പാനി, തിളച്ചുകൊണ്ടിരിക്കുന്ന ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. തണിയാൻ പാടില്ല. ചൂടോടെ ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ച് ഇളക്കി കൊടുക്കണം. നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്താൽ മാത്രമേ നല്ല സോഫ്റ്റും ആരുമുള്ള കലത്തപ്പം കിട്ടുള്ളൂ. ഇനി ഇത് കട്ടയാവാതെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ തന്നെ നല്ലപോലെ ഇളക്കിയെടുക്കണം. കട്ട കെട്ടാതെ നല്ലപോലെ കട്ടയില്ലാതെ ഇളക്കിയെടുത്ത ശേഷം 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്ത് ഈ പാകത്തിലാണ് മാവ് കിട്ടേണ്ടത്. 1/2 കപ്പ് ശർക്കരപ്പാനി 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുക്കുക. ഏതാണ് ഇഷ്ടം എന്നുള്ളതിനനുസരിച്ച് നെയ്യാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. എണ്ണ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത്, 5-10 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും, 1 ടേബിൾ സ്പൂൺ എള്ളും കൂടെ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ എള്ളും ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. സവാളയും തേങ്ങാക്കൊത്തെല്ലാം മൂത്ത് വരുന്ന സമയത്ത് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെക്കുക. കുറച്ച് മാറ്റി വെച്ച് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ച മാവ് ഒഴിച്ചു കൊടുക്കണം. മാവ് ഒഴിച്ച് കൊടുത്ത ശേഷം മുകളിലായി ബാക്കി എടുത്ത് വെച്ച തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി ഇത് ചെറിയ ബർണറിൽ വെച്ച് സിമ്മിൽ വെക്കണം. തീ സിമ്മിൽ വെച്ച് അടച്ച് വെച്ചാൽ ഒരു 8 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കിയാൽ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഒന്ന് കുത്തി നോക്കുക. തുറന്ന് ഒന്ന് കുത്തി നോക്കി ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റും കൂടെ വെച്ച് കൊടുക്കുക. ഇത് ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. നല്ലപോലെ വെന്ത് അപ്പം റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി മുറിച്ചെടുക്കുക. കണ്ടില്ലേ, നല്ല സോഫ്റ്റും ആരോട് കൂടിയിട്ടുള്ള നല്ല കലത്തപ്പം കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. നല്ല രുചിയുള്ള പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്ത്, ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്.